ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുമ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. തുടക്കത്തിലൊന്നും സിലബസ് കവർ ചെയ്യാത്തതുകൊണ്ട് വീക്ക്ലി എക്സാം എഴുതുമ്പോൾ ഇച്ചിരി സങ്കടം വരും. റാങ്കൊക്കെ അങ്ങ് താഴെ ആയിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ സിലബസ് കുറച്ച് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് രാത്രി വൈകിട്ട് പോകുമ്പോഴത്തേക്ക് ഇത്ര പോർഷൻ നാളെ കവർ ചെയ്തിട്ട് വരണമെന്ന് പറയും. അപ്പോൾ അത് കവർ ചെയ്തിട്ട് വരും. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നിച്ചിരുന്ന് ആ പോർഷൻ ഡിസ്കസ് ചെയ്യും, ക്വസ്റ്റ്യൻസും ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഓരോ പോർഷൻ കവർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ വാസ്റ്റ് സിലബസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന എക്സാംസ് അല്ലാത്തതിന് നല്ലൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ PSC പരീക്ഷയിൽ 8ാം റാങ്ക് ഹോൾഡറായ ബ്ലസ്സിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എൻട്രി കേഡറിൽ തന്നെ നമുക്ക് ഗസറ്റഡ് റാങ്കിലേക്ക് കയറാൻ പറ്റുന്ന അപൂർവം ചില പോസ്റ്റുകളിലൊന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷ. മാത്രമല്ല GST വകുപ്പിൻ്റെ ഉന്നതങ്ങളിലേക്കാണ് നമ്മുടെ ഈ ഒരു എൻട്രി കേഡർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം വലിയ മത്സരമാണ് ആ ഒരു മേഖലയിൽ നടന്നത്. പ്രധാനമായിട്ട് MCOM കഴിഞ്ഞ ആൾക്കാർ, അതുപോലെ LLB കഴിഞ്ഞ ആൾക്കാർ, CA കഴിഞ്ഞ ആൾക്കാർ, MBA കഴിഞ്ഞ ആൾക്കാർ, അവരൊക്കെയാണ് മത്സര രംഗത്തുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷ വരുന്നത്. ബ്ലസ്സി എനിക്ക് തോന്നുന്നു ഏകദേശം 8 മാസത്തോളം അല്ലേ? കോച്ചിങ്ങിന് ജോയിൻ ചെയ്തായിരുന്നു കോച്ചിങ് തുടങ്ങിയപ്പോൾ തന്നെ. പക്ഷെ തുടക്കത്തിലൊക്കെ റെഗുലറായിട്ട് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നെ അത്രയ്ക്ക് പറ്റിയില്ലായിരുന്നു. സമയം കിട്ടിയില്ല. ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞ് സിലബസ് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ തൊട്ട് സിലബസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടി. 4-5 പേജ് സിലബസ് തന്നെ അത്രയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഓരോ സബ്ജക്റ്റായിട്ട് അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ MCOM ആയിരുന്നുകൊണ്ട് കൊമേഴ്സ് ഒക്കെ ഏകദേശം ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റിഫ്രഷ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. പിന്നെ ബാക്കി കൊമേഴ്സ് ആണെന്ന് പറഞ്ഞാലും GST ഒന്നും കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം GSTയുടെ സിലബസ് ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അത് ആദ്യമേ അത് തന്നെ അങ്ങ് കവർ ചെയ്തു. അപ്പോൾ അത് വൃത്തിക്ക് കഴിഞ്ഞു. പിന്നെ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അത്രയും വാസ്റ്റ് സിലബസ് ആയതുകൊണ്ട് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ലോയുടെ ക്ലാസ്സസ് ഭയങ്കര ഭയങ്കര എൻ്റർടൈനിങ് ക്ലാസ് ആയിരുന്നു. അതായത് ചുമ്മാ ഇത് ലോ പറഞ്ഞു പോലാണ്ട് കുറച്ചുകൂടെ എന്താ പറയുക, അവരുടെ ഒന്നും ഒരു കോൺട്രിബ്യൂഷൻ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ശരിക്കും ക്ലാസ് ലേറ്റ് ആകുമ്പോഴത്തേക്കും ശ്രീകുമാർ നിങ്ങളൊക്കെ വിളിക്കും. മാത്രമല്ല ചിലപ്പോൾ ക്ലാസ് വരാൻ താമസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള പത്രപ്പാടിലായിരിക്കും, രാത്രിയും പകലൊന്നുമില്ലാതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് ഇത് അറിയാം, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവർ അതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് വന്ന് അത്രയും ക്ലാസ് കണ്ടു തീർക്കാൻ പറ്റുമായിരുന്നു? ഇല്ല, അത് സിലബസ് വന്നു കഴിഞ്ഞിട്ടല്ലേ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് വന്നേ. അപ്പോൾ പിന്നെ വരുന്ന അനുസരിച്ച് മാക്സിമം പകലും രാത്രിയും ഇരുന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒന്നിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇത്ര പോർഷൻ കവർ ചെയ്യണം, നാളെ അത് കവർ ചെയ്തിട്ടേ വരാവൂ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ഫ്രണ്ടിന് 63ാമത്തെ റാങ്ക്. അപ്പോൾ നമ്മുടെ ഈ പരീക്ഷയുടെ സ്ട്രാറ്റജി, അതായത് ഈ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന സ്ട്രാറ്റജി, അതുപോലെ വീക്കിലി എക്സാമിനേഷൻ, എങ്ങനെയുണ്ടായിരുന്നു? വീക്കിലിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ത്രൂ ഔട്ട് തുടക്കം തൊട്ടേ ഈ വീക്കിലി എഴുതി വരുമ്പോൾ ബ്ലസ്സിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമുക്ക് ഈ ജോലി ഉറപ്പാണെന്നുള്ള കാര്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലൊന്നും സിലബസ് കവർ ചെയ്യാത്തതുകൊണ്ട് വീക്ക്ലി എക്സാം എഴുതുമ്പോൾ ഇച്ചിരി സങ്കടം വരും. റാങ്കൊക്കെ അങ്ങ് താഴെ ആയിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ സിലബസ് കുറച്ച് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവസാനം ആയപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ ഗെയിമിലുണ്ട് എന്നുള്ള കാര്യം അല്ലേ? ഞാനിപ്പോൾ എല്ലാവരും പറയാറുണ്ട്. കാരണം നമ്മൾ ത്രൂ ഔട്ട് ഈ മത്സരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി പരീക്ഷകൾ എഴുതാൻ നിവർത്തിയില്ല. അതിപ്പോൾ ഓരോ പോർഷൻ കവർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അത് നോട്ട് ചെയ്തും കൂടെ വെക്കും. പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു പരീക്ഷ എക്സാം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കവർ ചെയ്ത് നോട്ട്സും എഴുതി വെക്കുമായിരുന്നു. നോട്ട്സ് ഉണ്ടായിരുന്നു, PDF ഉണ്ടായിരുന്നു. എന്നാലും ചെറുതായിട്ടൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠനത്തിന്റെ ചൂടിൽ ഇറങ്ങി നിന്നത് 3 മാസ കാലയളവ്. അതെ, കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള 3 മാസം നല്ലപോലെ വർക്ക് ചെയ്തു. ശരിക്കും ഉറങ്ങാതൊക്കെ വർക്ക് ചെയ്തു. വെളുപ്പിന് എന്ന് വെച്ചാൽ പോർഷൻ ഇന്ന് തീർത്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് രാത്രി തീരാത്തപ്പോൾ വെളുപ്പിന് എണീക്കും. അങ്ങനെ മടി പിടിക്കാതെ വർക്ക് ചെയ്തു. ആ സമയത്ത് മടി പിടിച്ചില്ല. മുന്നോട്ട് നയിച്ച ഡ്രൈവിംഗ് ഫാക്ടർ
ആ സമയത്ത് ജോലിയില്ലല്ലോ, റിസർച്ചേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പം പ്രോസ്പെക്ട്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, റിസർച്ച് കഴിഞ്ഞാലും ജോലി കിട്ടുമെന്നുള്ള അങ്ങനെ അറിയത്തില്ല. അന്നേരമാണ് ഇങ്ങനത്തെ എക്സാമൊക്കെ എഴുതി തുടങ്ങിയത്. അപ്പോൾ ഏതിലെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും ഒരു സെറ്റിൽ ആവണം. ഇതൊരു നല്ല പോസ്റ്റാണല്ലോ, ഇത്രയും നല്ല പോസ്റ്റ് എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ബ്ലസ്സി വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ഇതിൻ്റെ പൂർണ്ണമായിട്ട് ക്രെഡിറ്റ് ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. കാര്യം എപ്പോഴും ഞാനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ ആ കുട്ടികളുടെ ആ എഫേർട്ടിൽ നമ്മൾ ഒരു ഭാഗമാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താണോ വേണ്ടത് അത് തരിക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് യൂട്ടിലൈസ് ചെയ്ത ഒരാൾ വിജയത്തിലെത്തി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല. ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുമ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ ഓരോ ടോപ്പിക്സും അതനുസരിച്ച് കവർ ചെയ്തു പോകാം. വളരെ സന്തോഷം മോളെ. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ 8ാം റാങ്ക് മേടിച്ച ബ്ലസ്സിയുടെ പിതാവായിട്ടുള്ള ശ്രീ ബാബു ജോസഫാണ്. സാർ, എന്താണ് നമുക്ക് മകളുടെ ഈ ഒരു വിജയത്തിൽ എന്താണ് ഇപ്പോൾ ഒരു ഫീൽ എന്താണ്? കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എപ്പോഴും ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊരു നല്ല നിലയിൽ, മാത്രമല്ല എപ്പോഴും ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു നിലയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ചുവടായിട്ടുള്ള ഒരു വലിയ പരീക്ഷയിൽ കുട്ടി 8ാം റാങ്ക് സ്കോർ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. സാറിൻ്റെ ഒരു ഞങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ്. മോള് നന്നായിട്ട് പഠിക്കുമായിരുന്നു, പ്രയത്നിക്കുകയും ചെയ്യും. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ കോച്ചിങ് ക്ലാസ്സിൻ്റെ പ്രത്യേക ഒരു ഗുണവും കൂടി ഒത്തിരി ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മോൾ എന്നോട് പറഞ്ഞത്. ആ കോച്ചിങ്ങിന് കൂടിയത് കൊണ്ട് ഇത്രയും പെട്ടെന്നൊരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയെന്നുള്ളതാണ്. മകൾ ചെറിയ കാലം തൊട്ടേ ചെറുപ്പം മുതലേ തന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠിച്ച സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ടോപ്പായിരുന്നു. സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് ഇതിലെത്തിപ്പെട്ടതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. എപ്പോഴും ഇങ്ങനെ വാസ്റ്റ് സിലബസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന എക്സാംസ് അല്ലാത്തതിന് നല്ലൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കുള്ള സിലബസും ക്ലാസ്സസും നോട്ട്സും എല്ലാം ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനും പറ്റും. എനിക്ക് അങ്ങനെയാണ് അപ്ലൈ ചെയ്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് കോച്ചിങ്ങിൻ്റെ ഒരു യൂട്യൂബിൽ എന്തോ ലിങ്ക് കണ്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ ദിവസം ഓരോ ക്ലാസ് കണ്ട് അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ എപ്പോഴും നല്ലൊരു കോച്ചിങ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെൽപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ എക്സാം വിളിച്ച സമയത്ത് അപ്ലൈ ചെയ്തായിരുന്നു. പിന്നെയും 1-2 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാമൊക്കെ വന്നത്. അപ്പോൾ അതിന് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. എക്സാം ഉടനെ ഉണ്ടാവുമെന്ന് കേട്ടപ്പോൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. പക്ഷെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഡെയിലി ഓരോ ക്ലാസ് കണ്ടുപോവെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി സിലബസ് എന്താണെന്ന് അറിയത്തില്ലല്ലോ, എക്സാം എപ്പോഴാണെന്ന് കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ മടി പിടിച്ചു. അത് കഴിഞ്ഞ് കൺഫർമേഷൻ വിളിച്ച് കഴിഞ്ഞ് സിലബസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇതെല്ലാം കവർ ചെയ്ത് പഠിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് അപ്പം തൊട്ട് ഡെയിലി മണിക്കൂറുകളോളം പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും പോർഷൻ കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളത്. എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ.